ബാക്ക് തന്നെ വീഡിയോ. നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിനകത്തുള്ളതാണ് ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു ലൊക്കേഷനിലാണോ പോകാവുന്നതാണ്. സോ ഇതിനെക്കുറിച്ച് യൂസ് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ അറിയാത്തവർ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കാം. നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന്. സോ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഇതിൽ കാണിക്കില്ലായിരിക്കും. ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ആയിരിക്കും ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത്. നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ സെർച്ച് ബട്ടൺ കാണും. സോ സെർച്ച് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ നമുക്ക് എവിടെയാണ് പോകേണ്ടതോ അവിടെ ആ ഒരു പ്ലേസ് നമ്മൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം ട്രിവാൻഡ്രത്ത് പോകണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. സോ ട്രിവാൻഡ്രം സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷനിൽ ആ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ്റെ പോയിൻ്റാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ചെറുതാക്കി നോക്കിയാലും ഇങ്ങനെ കാണാൻ സാധിക്കും ട്രിവാൻഡ്രം. അതുപോലെ തന്നെ ഈ ഒരു ട്രിവാൻഡ്രം നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു ലൊക്കേഷൻ്റെ ഫോട്ടോസും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതാണിപ്പോൾ ട്രിവാൻഡ്രം ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ ലൊക്കേഷൻ ഇതിലെങ്ങനെ കാണിക്കുമെന്ന് നോക്കാം. നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് അറിയാം, താഴെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു റൗണ്ട് ഇട്ടിട്ട് അതിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേക്കാണ്. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻ ഓണാക്കാൻ ചോദിക്കും. സോ അപ്പോഴത്തേക്കും ലൊക്കേഷൻ ഓണാക്കി കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അതിനകത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കും. സോ അതിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കറണ്ട് ലൊക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. സോ ഇവിടെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബ്ലൂ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മളിതിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അതെങ്ങനെ നോക്കുമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഡയറക്ഷൻ്റെ സിമ്പലുണ്ട്. സോ ആ ഒരു സിമ്പലിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ എവിടേക്കാണോ പോകേണ്ടതെന്നുള്ള ചോദിക്കും. സോ ഇപ്പോൾ യുവർ ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ മതിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു കറണ്ട് ലൊക്കേഷൻ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷൻ, നെറ്റ്വർക്ക് പരിധിക്കകത്തുള്ള ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ലൊക്കേഷനിൽ നിന്നിട്ടാണ് മറ്റൊരു ലൊക്കേഷനിലോട്ട് പോകുന്നതെങ്കിൽ യുവർ ലൊക്കേഷൻ അത് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹോം. അതുപോലെ തന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്ത് നിന്നിട്ട് കൊല്ലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ചൂസ് സ്റ്റാർട്ട് ലൊക്കേഷൻ. സ്റ്റാർട്ട് ലൊക്കേഷനിൽ ട്രിവാൻഡ്രം അടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമുക്ക് കൊല്ലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ, യുവർ ലൊക്കേഷൻ, അത് കൊടുത്തതിന് ശേഷം നമുക്ക് കൊല്ലം കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രമാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ലൊക്കേഷൻ ട്രിവാൻഡ്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പോവേണ്ട ഡെസ്റ്റിനേഷൻ നമ്മൾ കൊടുക്കേണ്ടത് അവിടെയും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എറണാകുളമാണ് കൊടുക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഞാനിപ്പോൾ എറണാകുളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതവിടെ കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടെന്നും എത്ര സമയം കൊണ്ട് അവിടെ എത്താമെന്നും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ താഴെ നോക്കുകയാണെങ്കിൽ അറിയാം 205 കിലോമീറ്ററാണ് ട്രിവാൻഡ്രം ടു എറണാകുളം. 205 കിലോമീറ്ററാണുള്ളത്. നമ്മളൊരു കാറിലോ ബസ്സിലോ ഒക്കെ പോകുകയാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് എത്താമെന്നാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ബൈക്കിൻ്റെ ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും 3 മണിക്കൂറും 54 മിനിറ്റും കൊണ്ടെത്താമെന്നാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടു എറണാകുളം ട്രെയിനിൽ പോകുകയാണെങ്കിൽ 4 മണിക്കൂറും 44 മിനിറ്റും കൊണ്ടെത്താവുന്നതാണ്. നടന്നു പോവുകയാണെങ്കിൽ 2 ദിവസം കൊണ്ടെത്താമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ എല്ലാം സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് അറിയാൻ സാധിക്കും ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നതെന്നെല്ലാം സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നോക്കിയ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ലൊക്കേഷനിൽ നിന്നിട്ട്, അതായത് നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് അവിടെ നിന്നിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ അതെങ്ങനെ നോക്കുകയാണെന്നും സോ അതിന് പോകാനായിട്ടുള്ള ഈസി മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ആ ഒരു താഴത്തെ ആ ഒരു ഡയറക്ഷൻ ആരോയിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. അത് അവിടെ കടന്നോട്ടെ. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് യുവർ ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ അവിടെ കടന്നോട്ടെ.
ചൂസ് ഡെസ്റ്റിനേഷൻ നമുക്ക് ഇപ്പോൾ ട്രിവാൻഡ്രം കൊടുക്കാം. തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട് ഞാൻ. തിരുവനന്തപുരം കൊടുത്തപ്പോഴേക്കും നമ്മുടെ ലൊക്കേഷനിൽ നിന്നിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ആ ഒരു റൂട്ട് കാണിച്ചിരിക്കുകയാണ്. സോ നമ്മളിവിടെ താഴെ നോക്കുകയാണെങ്കിൽ അറിയാം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. 36 കിലോമീറ്ററാണ്, 1 ഹവറാണ് ഇവിടെ നിന്ന് യാത്ര ഉള്ളത്. സോ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സ്റ്റാർട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. സോ നമുക്ക് പോവേണ്ട റൂട്ട് ട്രിവാൻഡ്രത്തോട്ട് പോവേണ്ട ഒരു റൂട്ട് കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഡിവൈസുമായിട്ട് നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സോ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു പോകേണ്ട റൂട്ട് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് പല പല മോഡും ചെയ്യാവുന്നതാണ്. സോ ഇതിലിപ്പം സൗണ്ട് ഓരോ ടേണിങ് എത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എവിടേക്ക് എത്തുമ്പോഴും എത്ര കിലോമീറ്റർ ഉണ്ടെന്നും എല്ലാം വോയിസ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്ത് സൈഡ് എങ്ങോട്ടാണ്, വെസ്റ്റ് എങ്ങോട്ടാണ്, അതിനെക്കുറിച്ചെല്ലാം അതിനകത്ത് അറിയാൻ സാധിക്കും. സോ ഇതും ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു 0 കിലോമീറ്റർ കാണിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോഴത്തേക്കും 36 കിലോമീറ്ററാണ് ടോട്ടലായിട്ടുള്ളത്. സോ 1 മണിക്കൂറാണ് യാത്ര. നമ്മളിവിടെ നിന്ന് പോകുന്ന സമയത്തേക്കും നമ്മുടെ ഡിവൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു എന്നെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. സോ ഇതും ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് നമ്മൾ ഏത് ലൊക്കേഷനിൽ നിൽക്കുകയാണോ ആ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് നമ്മളൊരിടത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത ആ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടക്കുകയാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ ലൊക്കേഷനിൽ നിന്നിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, എപ്പോഴൊക്കെയാണ് ടേൺ ചെയ്യേണ്ടത്, റൈറ്റ് എങ്ങോട്ടാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, ലെഫ്റ്റ് എപ്പോഴാണ് എടുക്കേണ്ടത്. സോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അവസാനം ട്രിവാൻഡ്രം എത്തുന്ന സമയം വരെയും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻസ് നമ്മൾ ഡെയിലി പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ പോകുന്ന ഒരു ലൊക്കേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പിൻ ചെയ്ത് വയ്ക്കാനും സാധിക്കും. സോ അതിൻ്റെ ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഏത് ലൊക്കേഷനാണോ ഉള്ളത് ആ ഒരു ലൊക്കേഷൻ്റെ പരിധിക്കുള്ള ATM സെൻറ്ററുകളും അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. സോ അത് നമുക്ക് മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട്. ATMൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ATM എവിടേക്കുണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് അടുത്തുള്ള പെട്രോൾ പമ്പ് എവിടേക്കാണെന്നും ഇതിനകത്ത് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനടുത്തുള്ള പെട്രോൾ പമ്പ് എവിടെയൊക്കെ ഉണ്ടെന്ന് കാണിക്കും. എത്ര കിലോമീറ്റർ എന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അറിയാൻ സാധിക്കും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എല്ലാം ഇതിനകത്ത് അറിയാൻ സാധിക്കും ഈസി ആയിട്ട്. അതുപോലെ തന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് എവിടെയൊക്കെ നോക്കാം. സോ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതും ഇതുപോലെ തന്നെ ഫോട്ടോ സഹിതം കാണിക്കുന്നതാണ്. നമുക്ക് എവിടെ വേണോ ചൂസ് ചെയ്യാം. എല്ലാം അവിടുത്തെ സമയവും ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നതാണ്. സോ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്തുള്ള എയർപോർട്ട് എവിടെയാണ്, ഹോട്ടൽ എവിടെയാണ്, ഹോസ്പിറ്റൽ എവിടെയാണ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണുന്നതാണ്. പക്ഷേ ഈ ഒരു ചില റോഡുകൾ മാത്രം, ചെറിയ റോഡുകൾ മാത്രം നമുക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഗൂഗിൾ മാപ്പ് വെച്ചിട്ട്. അതാണ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ റോഡുകൾ മാത്രമേ ഇതിനകത്ത് കൂടുതലും കാണിക്കുകയുള്ളൂ. നമുക്ക് ചില ഷോർട്ട് കട്ട് റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിനകത്ത് കാണിക്കില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ചെറിയ റോഡുകളിലുള്ള ഒരു ലൊക്കേഷനൊന്നും നമുക്ക് കറക്റ്റായിട്ട് കാണിക്കില്ല. സോ അതൊക്കെ ഒരു നെഗറ്റീവുമാണ് ഗൂഗിൾ മാപ്പിൻ്റെ. ആ ഒരു നെഗറ്റീവൊക്കെ മാറ്റി ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഗൂഗിൾ മാപ്പ് പുതിയൊരു വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് വന്നാൽ നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഷെയർ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു ലൊക്കേഷനിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ താഴെ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ഷെയർ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ വാട്സപ്പിനകത്താണോ എങ്ങോട്ട് വേണോ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ വാട്സപ്പിനകത്ത് ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് വന്നിട്ടുണ്ട്. വാട്സപ്പിൽ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അവരുടെ അവർക്കങ്ങ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയാവും. അവർക്ക് ഈ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് അവിടെ പോകുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വാട്സപ്പിൻ്റെ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. അതിന് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സോ എന്തായാലും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ നോക്കിയത്. സോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ
ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ എത്താൻ സാധിച്ചോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.